ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പറയുന്നത് നല്ല മരണത്തിൻ്റെ 7 ലക്ഷണങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ ലോകത്ത് താത്കാലിക വാസം നയിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇവിടെ നിന്ന് മരണപ്പെട്ട് ശാശ്വതമായ ലോകത്തേക്ക് പോകാനുള്ളവരാണ് നമ്മളൊക്കെ. ഇന്നല്ലെങ്കിൽ നാളെ മരണം നമ്മെയും തേടിയെത്തും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. അല്ലാഹു തആല നല്ല മരണം നൽകുമാറാവട്ടെ. ആമീൻ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അനുസരിച്ച് ഹുസ്നുൽ ഖാത്തിമ, സൂഉൽ ഖാത്തിമ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ്റെ ഈ ലോകത്തിൽ നിന്നുള്ള പര്യവസാനം അത് നന്നായാൽ അതിനെ സംബന്ധിച്ച് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയും. നല്ല മരണം, നല്ല പര്യവസാനം. അത് മോശമായാൽ അതിനെ സംബന്ധിച്ച് സൂഉൽ ഖാത്തിമ എന്ന് പറയും. വളരെ മോശപ്പെട്ട മരണം, മോശപ്പെട്ട പര്യവസാനം. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. നമുക്ക് ഹുസ്നുൽ ഖാത്തിമയാണ് വേണ്ടത്. അഥവാ ഈ ലോകത്ത് നിന്ന് നല്ല രീതിക്ക് മരണപ്പെട്ട് പാരത്രിക ലോകത്തേക്ക് യാത്ര ചെയ്യാനാണ് ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നത്. അതിലാണ് നേട്ടമുള്ളത് എന്ന് മാത്രമല്ല, അത് നാളെ പാരത്രിക ലോകത്ത് വിജയമാണ് എന്നതിൻ്റെ സൂചനയും അടയാളവും കൂടിയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ 7 ലക്ഷണങ്ങൾ ഒരാളുടെ നല്ല മരണത്തിന് നമുക്ക് കണ്ടെത്താൻ, ഹദീസുകളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒന്നാമത്തേത്, നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കുക. അതായത് മരിച്ച ആളുടെ നെറ്റിത്തടം വിയർത്തതായിട്ട് കണ്ടാൽ അത് നല്ല മരണത്തിൻ്റെ സൂചനയാണ്. അത് ഹുസ്നുൽ ഖാത്തിമയിൽ പെട്ടതാണ്. രണ്ടാമത്തേത്, വെള്ളിയാഴ്ച പകലോ രാത്രിയോ മരിക്കുക. വെള്ളിയാഴ്ച രാത്രിയോ പകലിലോ മരിക്കുന്നതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. വെള്ളിയാഴ്ച രാത്രി എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള രാത്രിയാണ്. വെള്ളിയാഴ്ച രാത്രി അല്ലെങ്കിൽ പകലോ മരിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 3. ഷഹാദത്ത് ഉച്ചരിച്ചു കൊണ്ട് മരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചു കൊണ്ട് മരിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അവൻ നല്ല രീതിയിൽ, അതായത് അവനിക്ക് ഹുസ്നുൽ ഖാത്തിമ ലഭിച്ചു, അവൻ നല്ല രീതിയിൽ മരിച്ചു. നാളെ പാരത്രിക ലോകത്ത് നല്ല അവസ്ഥയിലായിരിക്കും അവന് എന്നതിന് സൂചനയാണ്. അവൻ ഷഹീദായി മരിക്കുക. ഇത് 4. ഷഹീദാവുക എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയാവുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലിമത്ത് ദീനുൽ ഇസ്ലാം ഉന്നതി പ്രാപിക്കാൻ വേണ്ടി ധർമ്മസമരത്തിൽ പങ്കെടുക്കുകയും ആ സമരത്തിൽ മരിക്കുകയും ചെയ്ത ആൾക്കാണ് ഷഹീദ് എന്ന് പറയുക ഒരർത്ഥത്തിൽ. അതായത് അവൻ ദുനിയാവിലെയും ആഖിറത്തിലെയും ഷഹീദാണ്. എന്നാൽ ഷഹീദുകളുടെ ഗണത്തിൽ മറ്റു ചില ആളുകളുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 1. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവൻ, അവൻ ഷഹീദാണ്. 2. തീപിടുത്തത്തിൽ മരിക്കുന്നവൻ. 3. പകർച്ചവ്യാധി ബാധിച്ച് മരിക്കുന്നവൻ. വയറ് സംബന്ധിതമായ രോഗം ബാധിച്ചവൻ. ഒരാളുടെ സമ്പത്തോ അയാളുടെ സന്താനങ്ങളെയോ സംരക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ മുമ്പിൽ ജീവൻ അപഹരിക്കപ്പെട്ടവൻ. ഇവരെല്ലാം ഷഹീദാണ്. അതുപോലെ തന്നെ കെട്ടിടങ്ങളോ ബിൽഡിങ്ങുകളോ തകർന്നു വീണിട്ട് അതിനടിയിൽ അറിയാതെ മരണപ്പെടുന്നവനും അവനും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇതൊക്കെ ആഖിറ ലോകത്തെ ഷഹീദാണ്. 5. ഏതെങ്കിലും ഒരു ഇബാദത്ത് ചെയ്തു കൊണ്ടിരിക്കെ മരിക്കുക. ഇത് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണമാണ്, നല്ല സൂചനയുള്ള മരണം. അതായത് നിസ്കരിച്ചു കൊണ്ടിരിക്കെ മരിക്കുക, നോമ്പനുഷ്ഠിച്ചവനായി മരിക്കുക,
ഹജ്ജിൻ്റെ ഇബാദത്തുകളിൽ പ്രവേശിച്ചവനായി മരിക്കുക, ഉംറക്ക് പോയ വഴിയിൽ വെച്ചുകൊണ്ട് മരിക്കുക, അതുപോലെ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മരിക്കുക. ഇതൊക്കെ നല്ല ലക്ഷണമാണ്. ഇത് ഹുസ്നുൽ ഖാത്തിമയിൽ പെട്ടതാണ്. ആറാമത്തേത്, ഒരു സ്ത്രീ അവളുടെ പ്രസവ സമയത്ത് മരിക്കുന്നതാണ്. ആ പ്രസവ സമയത്ത് മരിച്ചാൽ അത് നല്ല മരണമാണ്. അവൾക്ക് രക്തസാക്ഷിയുടെ കൂലി ലഭിക്കും. ആറാമത്തേത്, മുറാബിത്തിൻ്റെ മരണം. മുറാബിത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി പിന്നെ അതിനെ പ്രതീക്ഷിച്ചു കൊണ്ട് താമസിക്കുന്ന ആളാണ്. ഇതാണ് നല്ല മരണത്തിൻ്റെ സൂചനയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മരണം ഖൈറാകുന്ന സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് കൊണ്ട് ഖൈറായ രീതിയിൽ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാൻ നമ്മൾക്കെല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നന്മ തോന്നിയാൽ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, തിരുത്തുന്നതായിരിക്കും.